കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരി കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്. കായ വറുത്ത് തരാടോ, കറുമുറ വയറ് നിറച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. ബീച്ചും മാനാഞ്ചിറയും അതുപോലെ തന്നെ മിഠായി തെരുവും വലിയങ്ങാടിയും അങ്ങനെ നമ്മുടെ കോഴിക്കോടിന്റെ ഭംഗി പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല അല്ലേ. സോ ഹായ് ഗൈസ്, വെൽക്കം ടു കാലിക്കറ്റ് വ്ലോഗ്സ്. ഇന്ന് അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്ത് അടിപൊളി ഒരു ക്ലൈമറ്റ് ആണ്. നമ്മുടെ കോഴിക്കോടിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഏതെങ്കിലും പുതിയ ഫുഡ് സ്പോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഫുഡ് അടിപൊളിയാണെങ്കിൽ പിന്നെ അവിടെ ആളായി, തിരക്കായി, ബഹളായി. പക്ഷേ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു വേണം ഞാനൊരു പുതിയ ഫുഡ് സ്പോട്ടും കൊണ്ടാണ് വരുന്നതെന്ന്. പക്ഷെ അല്ല, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു അടിപൊളി ഡിഷ് പരിചയപ്പെടുത്തരാനാണ് വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുഡിന്റെ പേരിൽ മാത്രമല്ല സാഹിത്യ നഗരി എന്നൊരു പ്രത്യേകത കൂടി നമ്മുടെ കോഴിക്കോടിനുണ്ട് അല്ലെ. ഞാനിപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ടൗണിൽ നിന്ന് കുറച്ച് മാറി എരഞ്ഞിപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെയാണ് നമ്മുടെ സൈലത്തിന്റെ IAS ഓഫ്ലൈൻ ക്യാമ്പസ് ആരംഭിക്കുന്നത്. ഇതാണ് നമ്മുടെ സൈലത്തിന്റെ മെയിൻ ക്യാമ്പസ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ IASന്റെ ഓഫ്ലൈൻ ക്ലാസ് നടക്കാൻ പോകുന്നത്. UPSCയുടെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ബാച്ചിന്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഏതൊരു ഡിഷ് ഉണ്ടാക്കിയെടുക്കണമെങ്കിലും അതിന് അത്യാവശ്യത്തിന് എല്ലാ ചേരുവകളും വേണം. അപ്പോൾ ഈ സൈലം IAS ഡിഷ് ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കിയാലോ. ഇതത്ര പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമല്ല കേട്ടോ. കാരണം ഇതിന് 900+ അവേഴ്സ് എക്സ്പേർട്ട് ലെഡ് സെഷൻ്റെ ആവശ്യമുണ്ട്. ഹാർഡ് കോപ്പി സ്റ്റഡി മെറ്റീരിയൽസ്, 1-on-1 മെൻറ്റർഷിപ്പ്, NCERT സോഫ്റ്റ് കോപ്പീസ്, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാമാണ് ഈ ഡിഷിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇതിൽ തന്നെ ഈ ഡെഡിക്കേറ്റഡ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു ഡിഷ് പെർഫെക്റ്റ് ആവുള്ളൂ. നമ്മൾ ഈ ഡിഷിൽ ചേർക്കുന്ന ചേരുവകളെല്ലാം കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഡെയിലി, വീക്ക്ലി, മന്ത്ലി റിവിഷൻ ടെസ്റ്റും അതുപോലെ തന്നെ പ്രിലിംസിന് വേണ്ടി ടെസ്റ്റ് സീരീസും, മെയിൻസിന് വേണ്ടി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും, പിന്നെ ഫുൾ മെയിൻസിന് വേണ്ടി ടെസ്റ്റ് സീരീസും അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഡിഷിന് കുറച്ചുകൂടി രുചി കൂട്ടാനായിട്ട് നമ്മൾ അതിലോട്ടേക്ക് കുറച്ച് PYQ ഡിസ്കഷൻസ്, സ്ട്രാറ്റജി ഡിസ്കഷൻസ്, കോർ ഏരിയ ഐഡൻറ്റിഫിക്കേഷൻ, വർക്ക്ഷോപ്സ്, കൂടാതെ സിവിൽ സർവൻസിൻ്റെ കൂടെ ഇൻട്രാക്റ്റീവ് സെക്ഷൻസും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് മാത്രമല്ല, സൈലം IAS എന്ന രുചികരമായിട്ടുള്ള ഡിഷിൻ്റെ കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡൽഹിയിൽ പോയി പഠിക്കുന്നതിന്റെ പകുതിയിൽ കുറവ് ഫീസ് മാത്രം ഇവിടെ സൈലത്തിൽ കൊടുത്താൽ മതി. അത് മാത്രമല്ല, മലബാറിലെ ആസ്പിരൻസിന് ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഈ സൈലം IAS എന്ന ഡിഷ് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് അനുഭവിച്ചറിയേണ്ടതാണ്. ഇതുപോലെ മറ്റൊരു ഡിഷ് പരിചയപ്പെടുത്താനായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.